ആ ചെറിയ എയും അത്രയും ഒബ്സർവേഷൻ വേണം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരാളുടെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ സെലിബ്രിറ്റീസിനൊന്നുമില്ല, സാധാരണക്കാരെ വരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ ഉണ്ടാ? ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്യാറില്ല. നമ്മളീ പറഞ്ഞ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചെയ്യാന്നുള്ളതാണല്ലോ. അങ്ങനെ നോക്കിയിട്ട് അല്ലാതെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ തോന്നണം പുള്ളിയുടെ ഒരു മാനറിസം കൊള്ളാലോ, പക്ഷേ വെറൈറ്റി ആണല്ലോ എന്നൊക്കെ തോന്നിയാൽ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വലിയ ആക്ടേഴ്സ് ഒക്കെ അങ്ങനെയാണല്ലോ പറയാറ്, പുറത്തുനിന്നുള്ള ആൾക്കാരെ കണ്ട് അവരുടെ ഒരു മാനറിസം കീപ്പ് ചെയ്തിട്ടാണല്ലോ അവർ ചെയ്യുന്നത്. നമ്മളിപ്പം ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളവരെ നോക്കി അവരുടെ മാനസം പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാന്നുള്ളത്. ഒരു പക്ഷേ സാധാരണ ആൾക്കാരിലേക്കും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വന്ന ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇങ്ങനെ ഏതെങ്കിലും ആക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ സിനിമയൊക്കെ കാണുമ്പോൾ ഫിൽട്ടർ ചെയ്യോ, ഇന്ന ആളെ ഞാൻ ചെയ്ത് നല്ലതായിരിക്കും, ഇന്ന ആളെ ഞാൻ ചെയ്ത മോശമായിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടാണോ ചെയ്യണത്? അതോ അങ്ങനെയില്ല. ഇപ്പോൾ അത്യാവശ്യം പോപ്പുലാരിറ്റി ആയിട്ടുള്ള ഡയലോഗുകൾ, അതായത് ഇപ്പോൾ ആരും കേൾക്കാത്ത ഒരു ഡയലോഗ് നമ്മൾ ചെയ്താൽ ഒരു പക്ഷേ ആർക്കും അറിയില്ലല്ലോ അത് ഏത് സിനിമയാണ് എന്താണ്. അപ്പോൾ കുറച്ചൊക്കെ കേട്ടിട്ടുള്ള ഡയലോഗുകൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ഇറങ്ങിയ എല്ലാ സിനിമകളിലെയും എല്ലാം നമുക്ക് അത്യാവശ്യം കുറേയൊക്കെ ആ ഒരു സീൻ എന്താണെന്നും എന്താണ് ഇവർ ഡയലോഗുകൾ പറയുന്നതെന്നും ഒക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ ബൈ ഹാർട്ടാണ്.